ഉച്ചയ്ക്ക് വെറുതെ കിടന്നിറങ്ങി തന്നെ കേട്ടോ. ഷാർജ ജ്യൂസ് വേണം, പഴം ജ്യൂസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കടയിൽ പോയി കാശി പഴവും പാലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പം നേരെ നമുക്ക് പഴമൊക്കെ പിച്ചിപ്പറിച്ച് ജാറിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് പാൽ ഒഴിച്ച്, വലിയ പണിയൊന്നും ഇല്ലല്ലോ, കുറച്ച് പഞ്ചസാര. അപ്പോഴുണ്ട് പാൽ പാക്കറ്റ് അതിനകത്തോട്ട് വീണു കേട്ടോ. എന്ത് മൊത്തം അതിനകത്ത് ഒഴിക്കാനുള്ളതാണ്. ആദ്യം തന്നെ മൊത്തത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തുളുമ്പിപ്പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചാണ്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര അങ്ങോട്ട് വരിക്കോരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് നല്ല ചിലവാണ്, എന്താണോ എന്തോ. അപ്പോൾ ഈ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നതിന് എനിക്ക് വേറെ ദുരുദ്ദേശമുണ്ട്, അത് വഴിയെ നമുക്ക് പറയാം. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. എനിക്ക് ആശിമോനാണ് കേട്ടോ ഡെക്കറേഷൻ എല്ലാം ഉടനെ ഐസ് ക്യൂബ് ഇടണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പാറുവിനോട് പറഞ്ഞു നൈസായിട്ട് അവൻ്റെ വീഡിയോ കൊടുത്തോളെ. കാശിക്ക് വീഡിയോയുടെ മുമ്പിൽ വരുന്ന ഭയങ്കര നാണക്കേട് കേട്ടോ. വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞോളെ. അതുകൊണ്ട് വീഡിയോ എടുത്തപ്പോൾ തിരിഞ്ഞൊക്കെ നിന്നാണ് കേട്ടോ. എന്നാലും ഞങ്ങളെടുത്ത് അങ്ങനെ ഞാനെല്ലാം ഗ്ലാസ്സിലെല്ലാം ഒഴിച്ച് ഇനി കുറച്ച് ബൂസ്റ്റ് മണ്ടയിൽ ചേർത്ത് കൊടുക്കുക. പണി എത്രയേ ഉള്ളൂ. പിള്ളേർക്ക് വയറും നിറയും മനസ്സും നിറയും ഒരു സന്തോഷവും. അടുത്ത ഡെക്കറേഷൻ ഏത്തപ്പഴം വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്, പിള്ളേർക്ക് നല്ലതാണ്. സൂപ്പർ. അപ്പം ഞാനും പാറും കൂടി ഇനി ഒന്ന് കറങ്ങാൻ വേണ്ടി പോകാം കേട്ടോ, കായംകുളം വരെ. അപ്പോൾ കായംകുളത്ത് പോയ ഉടനെ അവൾ എനിക്ക് ജ്യൂസ് വേണമെന്ന് പറയും. ഇതാകുമ്പോൾ ഇനി ജ്യൂസ് വേണമെന്നൊന്നും പറയില്ലല്ലോ. എന്നിട്ട് അവൾ പറഞ്ഞു